പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21, 24 മുതൽ 27 വരെയുമുള്ള തിരുവചനങ്ങൾ. കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ഈ വചന ഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയും ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയും തന്നെ നമ്മുടെ ജീവിതം നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണിയുന്നതെങ്കിൽ അത് എത്ര കഷ്ടതകളും എത്ര കാറ്റടിച്ചാലും എത്ര ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ തന്നെ നമ്മൾ വീണു പോവുകയില്ല. കാരണം ദൈവത്തിൻ്റെ ആ ആശ്വാസത്തിൽ മേൽ നമ്മൾ ജീവിക്കും. നമ്മൾ സന്തോഷവതികളായിരിക്കും. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം സമാധാനപരമായും സന്തോഷപരമായും തീരും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.